പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ് ഫിഖ്ഹ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവൻ തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊരു മോഡൽ ചോദ്യപേപ്പർ വായിക്കാം. ഒന്നാമത്തെ ചോദ്യം സിൽ ബിമാ യുനാസിബു. സാധാരണ വരുന്ന പോലെ തന്നെ 7 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് ബ്രാക്കറ്റിൽ കൊടുത്തതായി കാണാം. ഓരോ ചോദ്യങ്ങൾ വായിക്കുകയും അതിനോട് യോജിച്ചത് നമ്മൾ തിരഞ്ഞെടുക്കുകയും വേണം. ഒന്നാമത്തത് ഓരോ വ്യക്തിക്കും നിർബന്ധമായത്. ഏതാണ് അതിനോട് യോജിച്ചത്? ഫർള് ഐനാണ്. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ 2 ഫർളുണ്ട്. ഫർള് കിഫയുണ്ട്, ഫർള് ഐനുണ്ട്. അതിൽ ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും നിർബന്ധമുള്ളതാണ്. ഇപ്പോൾ എൻ്റെ നിസ്കാരം ഞാൻ നിങ്ങളെ വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്കെന്തായാലും ഇപ്പോൾ യൂട്യൂബിൻ്റെ കുറേ പണിയുണ്ട്, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ നോമ്പ് നിങ്ങളെടുത്തോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് എൻ്റെ മേൽ ഫർള് ഐനാണ്, ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്. ഇനി രണ്ടാമത്തത് 2 കുല്ലത്ത് വെള്ളം ഏകദേശം എത്ര ഉണ്ടാവും? 200 ലിറ്റർ ഉണ്ടാവും. അതൊക്കെ എളുപ്പമുള്ള നിങ്ങൾ ഓർമ്മയിലുണ്ടാകും. ഇനി മൂന്നാമത്തത് 2 ഹൈലിൻ്റെ ഇടയിലെ ഏറ്റവും കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. ഇപ്പോൾ ഒരു ഹൈദ് കഴിഞ്ഞ് അടുത്ത ഹൈദ് തുടങ്ങുന്നത് വരെയുള്ള കാലയളവിൽ ഏറ്റവും ചുരുങ്ങിയത് ശുദ്ധിയുള്ള ദിവസമായി 15 ദിവസം ഉണ്ടാവും. നാലാമത്തത് നിഫാസിൻ്റെ സാധാരണ സമയം എത്രയാണ്? ഇപ്പോൾ പ്രസവിച്ചതിന് ശേഷം വരുന്നതാണല്ലോ നിഫാസിൻ്റെത്. അപ്പോൾ അത് ഏകദേശം 40 ദിവസം ഉണ്ടാവും. ഇനി അഞ്ചാമത്തത് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ നല്ലതല്ല, അതാണ് കറാഹത്ത് വരാൻ കാരണം. പിന്നെ ആറാമത്തത് ഹൈലുള്ളവൾ തൊവാഫ് ചെയ്യൽ എന്താണ്? ഹറാമാണ്. ഹൈലുകാരിക്ക് തൊവാഫ് ചെയ്യാൻ പറ്റില്ല. അശുദ്ധി നീങ്ങി ശുദ്ധിയിലേക്ക് എത്തണം. ഏഴാമത്തത് നിസ്കരിക്കുന്നവരെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ഈ നിസ്കരിക്കുന്നതിന് മുമ്പിൽ ഒരാൾ നിസ്കരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ സലാം വീട്ടി കഴിഞ്ഞപ്പോഴും അയാൾ നിസ്കാരം കഴിഞ്ഞില്ല, പക്ഷേ നമുക്ക് നജസാണെന്ന് ഉറപ്പുള്ള ഒരു സാധനം അയാളുടെ വസ്ത്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ അയാളോട് പറയുക, ഇതെന്തോ വസ്ത്രത്തിലായിട്ടുണ്ട്, നജസാണെന്നാ തോന്നുന്നൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. ഒരു തവണ കേട്ട് മനസ്സിലായില്ലെങ്കിൽ അടുത്ത തവണ പഠിച്ചു വെക്കുക. ഇത് ഈ രൂപത്തിലല്ലെങ്കിൽ ചിലപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തത് സ്വഹിഹിൽ ഖത്തഅ. തെറ്റ് ശരിയാക്കണം, തെറ്റ് ശരിയാക്കിയിട്ട് എഴുതാനാണ്. അതൊന്ന് വായിക്കാം. ഒന്നാമത്തത് വുളൂഇൽ മൂക്കിൽ വെള്ളം കയറ്റൽ ഫർളാണ് എന്നാണ്. പാഠപുസ്തകത്തിൽ എങ്ങനെയാണുള്ളത്? താഴെ കൊടുത്തിട്ടുണ്ട്. വുളൂഇൽ മൂക്കിൽ വെള്ളം കയറ്റൽ സുന്നത്താണ് എന്നാണ് പാഠത്തിലുള്ളത്. ഇനി രണ്ടാമത്തത് പ്രസവിച്ച് 15 ദിവസത്തിനു ശേഷം കാണുന്ന രക്തം നിഫാസാണ്. അങ്ങനെയാണോ പുസ്തകത്തിലുള്ളത്? അല്ല. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് എന്നാണ്. 15 ദിവസത്തിനുള്ളിൽ, അതാണ് ശരി. 15 ദിവസത്തിനു ശേഷം തെറ്റാണ്. ചെറിയ മാറ്റമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും, എന്താ പഠിച്ചവനെ ഇതിൽ തെറ്റ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ മേലെ കൊടുത്തിരിക്കുന്നത് ദിവസത്തിനു ശേഷം എന്നാണ്. അങ്ങനെയല്ല, 15 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് വരും അത്. ഇനി നമുക്ക് അടുത്തത് ഉക്തുബുൽ ഇസ്നൈനി, 2 എണ്ണം വീതം എഴുതാം എന്ന ചോദ്യമാണ്. അവിടെ 2 എണ്ണമല്ല കൊടുത്തിട്ടുള്ളത്. അതിൽ വരുന്നതൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാനും ചോദ്യം വരുന്ന സമയത്ത് ഉൾപ്പുള്ളത് എഴുതാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഉത്തരങ്ങളൊക്കെ നൽകുന്നത്. അതിൽ ഒന്നാമത്തത് നിങ്ങൾ നോക്കൂ, സുന്നത്തിൻ്റെ മറ്റു പേരുകൾ. ഇപ്പോൾ സുന്നത്തിന് 4 പേരുകൾ നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? മൻദൂബ് എന്ന് പറഞ്ഞാലും സുന്നത്താണ്, മുസ്തഹബ് എന്നും പറഞ്ഞാലും സുന്നത്താണ്, നഫില് എന്ന് പറഞ്ഞാലും സുന്നത്താണ്, തത്തവ്വു എന്ന് പറഞ്ഞാലും സുന്നത്താണ്. മൻദൂബ്, മുസ്തഹബ്, നഫില്, തത്തവ്വു പഠിച്ചു വെക്കുക. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുണ്ടായാൽ അറിയാണ്ടായി പോകരുത്. ഇനി രണ്ടാമത്തത് വുളൂഇൻ്റെ സുന്നത്തുകളാണ് ചോദിച്ചിട്ടുള്ളത്. തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകുക. അപ്പോൾ നല്ല കട്ട താടിയുള്ള ആളാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തൂലല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളു കഴുകുക. കൈകാലുകളിൽ വലത് മുന്തിക്കുക. കൈകാൽ കൈയിലും കാലിലും ഏതിനെ മുന്തിക്കണം? വലതിനെ മുന്തിക്കൽ വുളൂഇൻ്റെ സുന്നത്താണ്.
അവയവങ്ങൾ ഉരച്ച് കഴുകുക. വെറുതെ വെള്ളം ഒഴിപ്പിക്കുന്നതിന് പകരം ഒന്ന് കൈകൊണ്ടൊന്ന് ഉരച്ചു കൊടുക്കുക. തല മുഴുവൻ തടവുക. നമുക്ക് നിർബന്ധമായത് തലയിൽ നിന്ന് അല്പം തടവലാണ്. എന്നാൽ തല മുഴുവൻ തടവൽ വുളുവിൻ്റെ സുന്നത്താണ്. ഇനി അതിൽ തന്നെ മൂന്നാമത്തെ നിങ്ങൾ നോക്കൂ. മുത്തവസ്സിത്തായ നജസ്സുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാടുണ്ട്, നിങ്ങളെല്ലാം പഠിച്ചു വെച്ചോ. ചിലപ്പോൾ മുത്തവസ്സിത്തായ നജസ് ഇതിലേതാണെന്ന് ചോദിച്ചാൽ അറിയണമെങ്കിൽ ഇത് മുഴുവൻ മനസ്സിലാക്കി വെക്കണം. മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, മതിയ്, വതിയ്, ഇതൊക്കെ ഏതാണ്? മുത്തവസ്സിത്തായ, ലഘു, ഏറ്റവും ലഘുവായതല്ല, മധ്യനിലയിൽ വരുന്ന നജസ്സുകളാണ്. ഏറ്റവും ലഘുവായത് നമുക്കറിയാം, ചെറിയ കുട്ടിയുടെ, ആൺകുട്ടിയുടെ മൂത്രമാണ്. 2 വയസ്സാകാത്ത, പാലില്ലാത്ത, മറ്റൊന്നും കഴിക്കാൻ പാടില്ല ആ കുട്ടി. അങ്ങനത്തെ കുട്ടിയുടെ മൂത്രം ഏതാണ്? വളരെ ലഘുവായ നജസ്സാണ്. അത് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ തന്നെ മതി. മുത്തവസ്സിത്തായ നജസ് ശുദ്ധിയാക്കേണ്ട രൂപം നമ്മളിതിൽ പറയുന്നുണ്ട്. ഇനി നാലാമത്തത് നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ. ഒരുവിധം അവസ്ഥയിലെന്നും നിസ്കാരത്തിന് ഒരു ഒഴിവ് കഴിവുമില്ല. ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം നിർബന്ധമാണ്. പിന്നെ നിസ്കാരത്തിന് തടസ്സങ്ങളായി വരുന്നത് ഈ കാരണങ്ങളാണ്. ഭ്രാന്ത്, അതുപോലെ തന്നെ ബോധക്ഷയം. അയാൾക്ക് ബോധമില്ല, അങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നിസ്കാരം നിർബന്ധമില്ല. പിന്നെ ഹൈള്, നിഫാസ്. ഇപ്പോൾ ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്, ഈ ഘട്ടങ്ങളാണ് നിസ്കാരത്തിൻ്റെ തടസ്സങ്ങളായി വരുന്നത്. അതല്ലാതെ ബുദ്ധിയുണ്ടോ സമയങ്ങളിലൊക്കെ നിസ്കാരം നിർബന്ധമായി വരും. ഇനി അടുത്തത് അജിബ് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്നറിയാം. ചെയ്യാതെ കാണുന്ന പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. 1. ഫറദ് 2 വീതം. ഏതെല്ലാം? ഫറദുൽ ഐനുണ്ട്, ഫറദുൽ കിഫയുണ്ട്. ഫറദ് ഐൻ നമ്മൾ പറഞ്ഞു ഓരോരുത്തർക്കും നിർബന്ധമായതാണ്. ഫറദ് കിഫ മയ്യത്ത് നിസ്കാരം പോലെ ആരെങ്കിലും കുറച്ച് ആൾക്കാർ ചെയ്താൽ നാട്ടിലുള്ള എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തില്ലെങ്കിലോ നാട്ടിലെല്ലാവരും ഇതിന് കുറ്റക്കാരാവുകയും ചെയ്യും. ഇനി രണ്ടാമത്തത് ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാകും എങ്ങനെ? ഇപ്പോൾ ഒരു കള്ള് എങ്ങനെയാണ് ശുദ്ധിയാവുക? കള്ള് കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ അത് സ്വന്തമായി സുർക്കയായി കഴിഞ്ഞാൽ, സുർക്ക അറിയാലോ, അപ്പോൾ വിനാഗിരി എന്നൊക്കെ പറയും പല നാട്ടിൽ. അപ്പോൾ അങ്ങനെ അതായി കഴിഞ്ഞാൽ അതെന്താവും? ശുദ്ധിയാവും, സ്വയം സുർക്കയായാൽ. മൂന്നാമത്തത് നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നജസ് കുറവും കൂടുതലും തീരുമാനിക്കുന്നത് പതിവ് അനുസരിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കുക. കൂടുതലും തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? പതിവ് അനുസരിച്ചാണ്. നാലാമത്തത് ഹൈള് ഉണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 9 ചാന്ദ്ര വർഷമാണ്. അപ്പോൾ ചാന്ദ്രവർഷപ്രകാരം ഇങ്ങനെ 9 വയസ്സാണ്. ഇനി അഞ്ചാമത്തതാണ് വുളൂഇൽ ശ്രദ്ധിച്ചു കഴിയേണ്ടത് ഏതെല്ലാം? മടമ്പ്, പീളക്കുഴി. അപ്പം മടമ്പും പീളക്കുഴിയും നമ്മൾ എന്ത് പറഞ്ഞതാണ്? പാഠഭാഗത്തിൽ തന്നെ ശ്രദ്ധിച്ച് കഴുകാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. കാരണം പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ബയ്യിൻ, വ്യക്തമാക്കുക എന്ന അഞ്ചാമത്തെ ചോദ്യമാണ് വായിക്കാനുള്ളത്. ഒന്നാമത്തത് അഹ്കാമുദ്ദീനിയത്തു എന്ന് പറയുന്നത് ഏതിനാണ്? സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാം, ആ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. അപ്പോൾ സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു വിശേഷണമാണ്. പിന്നെ ശരീഅത്ത് എന്ന് പറയുന്നതിൻ്റെ ആ മതം, ശരീഅത്ത് എന്ന് പറയുന്ന മതത്തിൻ്റെ വിധികൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായും ചോദിക്കും, പഠിച്ചു വെക്കുക. 2. ഇസ്തിഹാദത്ത് എന്നാൽ എന്താണ്? ഹൈള് നിഫാസിൻ്റെ സമയത്തല്ലാതെ വരുന്ന രക്തമാണ്. ഹൈളോ നിഫാസോ അല്ലാത്ത സമയത്ത് വരുന്ന രക്തമാണ് ഇസ്തിഹാദത്ത്. മൂന്നാമത്തത് കറാഹത്തിൻ്റെ നിർവചനം ഒന്ന് പറയാൻ പറ്റുമോ? കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
ചെയ്താൽ ശിക്ഷയില്ലാത്തതും അതുപോലെ തന്നെ ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ്. ചെയ്താൽ ശിക്ഷയില്ല, പക്ഷെ ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും. അതാണ് കറാഹത്ത്. ഇനി കമ്മിൽ പൂരിപ്പിക്കാനാണ്. മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായ വസ്തു കഴുകുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു പറ്റ ലഘുവായതല്ല, മധ്യത്തിൽ വരുന്നത്, അതിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങണം. അത് ശുദ്ധിയാക്കാൻ വേണ്ടി കഴുകുമ്പോൾ. ഇനി രണ്ടാമത്തത് വുളൂഇൽ 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം അഊദു, ബിസ്മി, 2 ഷഹാദത്ത് കലിമ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറാ എന്നിവ ചൊല്ലുക. ഇനി ഏഴാമത്തത് എളുപ്പമുള്ളതാണ്. ഉക്തുബു മിസാലൻ വാഹിദൻ, ഓരോ ഉദാഹരണങ്ങൾ വീതം എഴുതുക. ഫർള് ഐന്, ഓരോരുത്തരും ചെയ്യേണ്ട കാര്യത്തിന് ഒരു ഉദാഹരണം. 5 വക്ത് നിസ്കാരം തന്നെ, പിന്നെ റമദാൻ മാസം നോമ്പ് നോക്കുക. ഇതൊക്കെ ഓരോരുത്തരും സ്വന്തം ചെയ്യേണ്ടതാണ്, വേറെ ആൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്. സുന്നത്തിന് പറയാൻ പറ്റുമോ? ഇഷ്ടം പോലെ ഉണ്ട്. സുന്നത്ത് സലാം പറയുക, മിസ്വാക്ക് ചെയ്യുക, ബാത്റൂം തലമറക്കുക, അങ്ങനെ ഒരുപാടുണ്ട്. കറാഹത്താണെങ്കിലോ വലതു ഭാഗത്തേക്ക് തുപ്പുക. അപ്പോൾ വലതു ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല, ഇടതു ഭാഗത്തേക്കാണ് തുപ്പേണ്ടത്. പിന്നെ നിസ്കാരത്തിൽ തല തുറന്നിടൽ, ഇപ്പോൾ തല മറക്കാതെ നിസ്കരിക്കുക, അത് കറാഹത്താണ്. ഇനി ഹറാമായത് മദ്യപാനം, അതുപോലെ തന്നെ കളവ് പറയൽ, വ്യഭിചാരം, ഇതൊക്കെ ഹറാമിൽ വരുന്നതാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. അതിന് നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക മറന്നവർ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നന്ദി അറിയിച്ചെന്തെങ്കിലും എഴുതുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.